ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഈ മാസം ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ ശരുവിന്റെ കല്യാണത്തിന്, ശരണ്യയുടെ കല്യാണത്തിനായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് കേട്ടോ. അത് നമ്മൾ ബ്രൈഡ്സ് മെയ്ഡ് മുതൽക്ക് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് തന്നെ 5-6 ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എവിടെ നിന്നാണെന്നും എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തതെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇടാം ഇവിടെ. പക്ഷെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു റെഫറൻസ് ആക്കി എടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വരുത്തി നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ എടുത്ത് തുന്നിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അടുത്തുള്ള ബുട്ടീക്കിൽ റെഫറൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അങ്ങനത്തെ രീതിക്കാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇത്രയും ഗ്രാൻഡ് ആവണമെന്നില്ല എല്ലാവർക്കും ഫങ്ഷൻസ്. ഇപ്പം എൻ്റെ വീട്ടിലൊരു കല്യാണം ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയും ഗ്രാൻഡ് ആയിട്ട് റെഡി ആവുന്നു. കാരണം അങ്ങനത്തെ ഫങ്ഷൻസ് അല്ല എൻ്റെ വീട്ടിലുണ്ടാവാറുള്ളത്. വളരെ ചുരുക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് നമ്മുടെ അവിടെ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇതങ്ങനെയായിരുന്നില്ല. മൊത്തത്തിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങാവുന്ന ഒരു ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരു പോളിസി വെക്കാറുണ്ട് കേട്ടോ. അതായത് ബ്രൈഡ്സിനെക്കാട്ടിനും കൂടുതൽ നമ്മൾ മുന്നോട്ടേക്ക് വരരുത്, കൂടുതൽ ഒരുങ്ങരുത് എന്നുള്ളൊരു ഇത് ഞാൻ നോക്കാറുണ്ട് കഴിവതും. അപ്പം ആ രീതിക്ക് കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് പോയി വന്നിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. എനിക്ക് ഇത്തവണ അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ബനാറസി സിൽക്കിന്റെ ഒരു 6-7 സാരീസിന്റെ കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ശരുവിന്റെ ഫംഗ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രൈഡ്സ് മെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ. അത് ജാൻ 31-ാം തീയതിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹറിബറിയിൽ ഭയങ്കര ടെൻഷനിൽ നമ്മൾ ചെയ്ത് തീർത്തൊരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ ഇത്രയും പേരെ ഒത്തു കിട്ടണ്ടേ. അതായത് ഒരാൾ തന്നെ ചെയ്യണതാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോൾ 4-5 പേര് ഒരുമിച്ച് കൂട്ടി ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ എല്ലാവരുടെയും ഒഴിവ് നോക്കണ്ട. അങ്ങനെ ചെയ്ത ഒരു ബ്രൈഡ്സ് മെയ്ഡ് ഷൂട്ടാണ് കേട്ടോ. അപ്പൊ അതിന് ശരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഫ്ലോറലും ബാക്കി എല്ലാവർക്കും പേസ്റ്റലും. പക്ഷെ നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡിഫറെന്റ് പേസ്റ്റൽസ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ചെയ്ത് വന്നപ്പോൾ ഗംഗയുടെ പേസ്റ്റല് കുറച്ച് ലാവൻഡർ, ബാക്കി എല്ലാവരുടെയും ഇങ്ങനത്തെ ഒരു പീച്ച് ആ ഒരു ഇതിലേക്ക് പോയി. എനിക്ക് കളർ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത് ഞാൻ നൂഡിൽ സ്ട്രാപ്പ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ എൻ്റെ ബോഡിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരില്ല. അപ്പൊ നമുക്ക് ഹിപ്സും കുറച്ചും കൂടി തോന്നിക്കും. അപ്പൊ എൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ എൻ്റെ ഹിപ്സിനെക്കാളും ഒരു ലേശം കൂടുതലാണ് എൻ്റെ ഷോൾഡർ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഔട്ട്ഫിറ്റ്സിന്റെ കാര്യം നോക്കുമ്പോൾ ഈ ഭാഗത്ത് കുറച്ചിങ്ങനെ വോളിയം തോന്നിക്കുന്ന തരത്തിൽ ഉള്ള സിലുവേറ്റ്സ് കൂടുതൽ നോക്കാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വിടർന്ന് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ബോഡിക്കോൺ ടൈപ്പ് ആണെങ്കിലും ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ലേ, ആ ടൈപ്പിൽ. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പ്രിറ്റി പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അവിടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഹോൾട്ടർനെക്ക് പോലെ കെട്ടാനുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ബ്രൈഡ്സ് മെയ്ഡൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. മെയിൻ ആയിട്ടുള്ള ആൾ ഫ്ലോറലും ബാക്കി എല്ലാവരും പല പല പേസ്റ്റൽസ്, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റൊരു പേസ്റ്റലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. എൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റിൽ ഇതേപോലെ ഇങ്ങനെ ഫ്ലെയർസ് കൊടുത്തിട്ടുണ്ട്. അമ്മൂൻ്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കയ്യിൽ ഫ്രില്ലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അനുവിൻ്റെ നോക്കുകയാണെങ്കിൽ 1 ഷോൾഡർ ആയിരുന്നു. ഗംഗുൻ്റെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതുപോലത്തെ സ്ട്രാപ്പ്, ഭയങ്കര തിന്നായിട്ടുള്ള സ്ട്രാപ്പ് വരുന്നതാണ്. അങ്ങനത്തെ ലാവൻഡർ അവൾക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്, അടിപൊളിയായിട്ടുണ്ട്. അടുത്ത് വന്നിട്ട് സംഗീതാണ്. സംഗീതിന് ബ്ലാക്ക് ആന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഷറാറ വേണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ വൈറ്റ് നമ്മുടെ നവരാത്രി ലുക്കിന് വേണ്ടി ചെയ്തപ്പോൾ അതിൻ്റെ ഷറാറ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഷറാറ പാൻസും അങ്ങനെ ടോപ്പായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോളേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാണ് ഈ ടോപ്പിൻ്റെ ഒരു സജഷൻ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ. പിന്നെ അവർ ഡ്രേപ്പ് സ്കേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രേപ്പ് സ്കേർട്ട് വേണ്ട, കാരണം എന്തായാലും എനിക്ക് റിസപ്ഷൻ ഒരു ഡ്രേപ്പ് സ്കേർട്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ബട്ടർഫ്ലൈ മോഡലിലാണ് ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ടോപ്പ് സൈഡ് സിബറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബസ്റ്റ് ഏരിയ കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ വിടർന്ന് നിൽക്കണതാണ്. ഒരുപാട് സ്റ്റോൺസും കട്ട് സ്റ്റോൺസും ഒക്കെ കൂടി ചെയ്തിട്ടുള്ളതാണ്. ഇതേ കണ്ട ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് സീക്വൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ ഹാൻഡ് വർക്കിൽ ചെറിയൊരു ഫ്ലവർ ഡീറ്റെയിലിംഗ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള വർക്കാണ് കേട്ടോ ഇതിൽ ചെയ്തിട്ടുള്ളത്. പാൻസ് നോക്കുകയാണെങ്കിൽ നല്ല ഫ്ലെയർ ഉള്ള ഷറാറ പാൻസ് ആണ്.
ഇതിന്റെ ഫ്ലെയർ കണ്ടു, ശരിക്കും പാവാട പോലെ തന്നെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെർമെയ്ഡ് സ്കേർട്ടിന്റെ ഒക്കെ ഒരു പാറ്റേൺ പോലെ തോന്നും. ഇവിടെ നിന്ന് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് തൊട വരെ വന്നിട്ട് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫ്ലെയറിലാണ്, ഫോക്ക് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡ്സിനും പറ്റിയ, സംഗീതത്തിന് പറ്റിയൊരു ഔട്ട്ഫിറ്റാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ ഏതാണോ നമ്മൾ കളർ ചൂസ് ചെയ്യുന്ന അതിന് പക്കയാണ്. ഇതിന് ഷരു വന്നിട്ട് മജന്തയും പിന്നെ നമ്മളെല്ലാവരും ബ്ലാക്കുമാണ്. അതൊരു നല്ല കളർ പാറ്റേൺ ആയിരുന്നു. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലുണ്ട്. അവിടെ വന്നില്ല ആന്റിമാരുടെ കയ്യിലാണെങ്കിലും ഒക്കെ ബ്ലാക്ക്, എല്ലാവരുടെ കയ്യിൽ സാരിയും ഒക്കെ ഉണ്ടാവില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മൾ കണ്ടുപിടിക്കാൻ. സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിനെനിക്കൊരു സ്കാലപ്പ് എഡ്ജ് വേണമെന്നുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് ഔട്ട്ഫിറ്റിനെ ആക്സസറൈസ് ചെയ്യാനായിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ടോപ്പ് ഇത്ര ഗോഡി ആയതുകൊണ്ട് നമുക്ക് മാലയുടെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ദുപ്പട്ട ഇങ്ങനെ ഇട്ടിട്ട് ഒരു കമ്മൽ, ഒരു വലിയ പേളിന്റെയും ഇതിന്റെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന, അതായത് കുറച്ച് ഗോൾഡനും സിൽവറും എല്ലാം കൂടി പേൾസും എല്ലാം കൂടി മിക്സ് ആയി വരുന്ന ഒരു കമ്മലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സിമ്പിൾ ആയിട്ട് വളയും അങ്ങനെ ഇട്ടിട്ടുണ്ട്. മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊരു പോണി പോലെയൊക്കെ കെട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്രയ്ക്കുണ്ട് സമയം ഉണ്ടായിരുന്നില്ല. എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോൾ ധൃതി കാരണം എനിക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈലിലൊന്നും കാര്യമായിട്ട് പരീക്ഷിക്കാൻ പറ്റിയില്ല. ഇത് മിന്ത്രയിൽ നിന്നുള്ളതാണ്. ഇതൊരു സീക്വൻസ് ക്ലച്ചാണ്. ഇതാണ് സംഗീതനൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബാധ്യതയാണ് ശരിക്കും, പക്ഷെ എന്നാലും ഒരു ഭംഗിയല്ലേ. ഭംഗി അല്ല മാത്രമല്ല ഫോൺ ഇടാവുന്ന തരത്തിലുള്ള, അല്ലാണ്ട് ചെറുതല്ല മേടിച്ചത്, ഫോൺ ഇടാവുന്ന തരത്തിലൊന്നാണ് കേട്ടോ മേടിച്ചത്. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് മെഹന്തിയാണ്. അപ്പൊ മെഹന്തി എങ്ങനെയാന്ന് വെച്ചാൽ 2 ഇതായിട്ടുണ്ടായിരുന്നു. രാവിലെ മെഹന്തി ഇടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സെറ്റ് സാരി ആയിട്ട് തിരുവാതിരക്കളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാവിലത്തെ വന്നിട്ട് മെഹന്തിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മെഹന്തി ഇങ്ങനെ 2 തരത്തിലായിരുന്നു എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാനും അമ്മും ഒരേ അളവാണ്. ഞാൻ വിചാരിച്ച അമ്മു എന്നെക്കാട്ടിലും ഭയങ്കര ചെറുതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ചില ഭാഗങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നു അമ്മൂന് എന്നെക്കാട്ടിലും ചെറിയ വേസ്റ്റ് ആണ്. പക്ഷെ എന്തായിരുന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു അമ്മൂന് ഇതൊരു പൊടിക്ക് ലൂസായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഫിറ്റായി, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് വന്നിട്ട് എങ്ങനെയാ വെച്ചാൽ ഇതേപോലെ ഒരു ടോപ്പ്, ഒരു ബ്ലൗസ് കേട്ടോ, ഇങ്ങനെ ഈ സിമ്പിൾ ഒരു ബ്രൊക്കേറ്റ് പാറ്റേണിലുള്ളതാണ്. പിന്നെ വന്നിട്ട് സ്കേർട്ടാണ്. സ്കേർട്ട് ചെറുതായിട്ടൊരു എന്ന് വെച്ചാൽ കുറച്ചൊരു ടൈറ്റ് സ്കേർട്ടില്ലേ, എ ലൈൻ സ്കേർട്ട് എന്ന് പറയില്ലേ, ആ ഒരു പാറ്റേണിലാണ് ഉള്ളത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നിട്ട് താഴെ കുറച്ച് വിടർന്ന പോലെ. പക്ഷെ ഞാൻ ഇതിന്റെ ദുപ്പട്ട വെച്ചിട്ട് തന്നെ പെയർ ചെയ്തു. ദുപ്പട്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ടോ, ഇങ്ങനെ അറ്റത്ത് ഓർഗൻസ മെറ്റീരിയലിൽ ഇങ്ങനെ ഫ്ലെയർ കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് സാരി പോലെ ഡ്രീപ്പ് ചെയ്യാം. ഇതിൽ ചില മിസ്സിങ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് ഇങ്ങനെ അരഭാഗത്ത് എന്തെങ്കിലും ഇട്ട് കൊടുത്തിരുന്നാൽ നല്ലതായിരുന്നു കേട്ടോ. അതായത് കുറച്ചും കൂടി ഒന്ന് വേസ്റ്റ് ഇങ്ങനെ പക്കയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലതായിരുന്നു. പക്ഷെ അത് അപ്പോൾ ഞാൻ ഓർത്തില്ല, ധൃതിക്കായിരുന്നു റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സിമ്പിൾ മെഹന്തി ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത്ര കാര്യമായിട്ടൊന്നും വേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് റെഡിയായി. എനിക്ക് തോന്നുന്നു ഒരു ചോക്കറും അതേപോലെ ഒരു വേസ്റ്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഔട്ട്ഫിറ്റ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ സിമ്പിൾ കമ്മൽ വെച്ചിട്ടാണ് പെയർ ചെയ്ത്. അടുത്ത് വന്നിട്ട് വൈകിട്ടത്തെ ഫംഗ്ഷൻ ആട്ടോ. വൈകിട്ടത്തെ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സെറ്റ് സാരി ആ പാക്കിങ്ങിൽ കാണിച്ച പോലെ തന്നെ ഓൾറെഡി പ്രീ ഡ്രേപ്പ് ചെയ്തിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ തന്നെ അതിനെ പ്ലീറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്ക് ഉടുക്കാൻ ഭയങ്കര സുഖമായിരുന്നു. പെട്ടെന്ന് തന്നെ ഉടുത്ത് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ശരിയായിട്ടോ. അപ്പോൾ ഈ സാരി വന്നിട്ട് കേരള സാരീസിന്റെ ആണ്. നല്ല ടിഷ്യൂ മെറ്റീരിയൽ, നല്ല ശരിക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ഒഴുക്കൻ സാരിയാണ്. ഇപ്പൊ ഇതിന്റെ തന്നെ ബ്ലൗസ് ഞാൻ ആര്യൻസ് ബുട്ടീക്കിന്റെ അടുത്താണ് കേട്ടോ കൊടുത്തത്. ഇപ്പൊ ഇവര് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാറ്റേൺ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇത് ചെയ്തു അപ്പോൾ സിമ്പിൾ ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം ഹെവി ആയിട്ട് ഉണ്ട്. സ്ലീവ്സിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഇത് ശരിക്കും എനിക്ക് ഒന്നും കൂടി നന്നായി, അതായത് നന്നായി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അന്നത്തെ തിരക്കിൽ എനിക്ക് കറക്റ്റായിട്ട് വേണ്ട ഹെയർ സ്റ്റൈലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇതിനൊരു ബണ്ണായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ബാക്കിലത്തെ ഇതൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അത് പറ്റിയില്ല. മുടി അഴിച്ചിട്ടിട്ട് തന്നെ നമ്മൾ വലിയ മാലയും കമ്മലും ഒക്കെ ആയിട്ടാണ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു മൂക്കുത്തിയൊക്കെ വെച്ചു. അപ്പോൾ നല്ല രസമായിട്ട് തോന്നി. രാത്രിയിലത്തെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതെനിക്ക് പ്രോപ്പറായിട്ട് എപ്പോഴെങ്കിലും ഗുരുവായൂർ പോകുമ്പോഴൊക്കെ കൊടുത്ത് എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. ഡാൻസ് അറിയാത്ത ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഒട്ടും അറിയില്ല. മേ ബി എനിക്ക് അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പൊ അവരെല്ലാരും പറയും ചേച്ചി ഇതിപ്പോ എല്ലാവരും അറിഞ്ഞിട്ടൊന്നുമല്ല കളിക്കുന്നത്, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ പോരെ, മൊത്തത്തിൽ ഡാൻസ്, സംഗീത ഡാൻസ് ഇതൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സ്കൂളിലും കോളേജിലും ചെറുപ്പം മുതൽക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സ്റ്റേജിൽ കയറി ഒരു ഡാൻസോ പാട്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഒരു കോക്കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അച്ഛൻ ബാങ്കിലായിരുന്നു. നമ്മളിങ്ങനെ മാറി പോകും. പിന്നെ എൻ്റെ പാരൻസിനാണെങ്കിലും അങ്ങനെ ഒരു
എന്നുവെച്ചാൽ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഓരോ 2 വർഷം കൂടുമ്പോൾ മാറി മാറി പോകുന്ന ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനിൻ്റെ ഇടയിലും സ്കൂള് തന്നെ എനിക്ക് KVയിൽ കിട്ടിയ കാരണം ഭാഗ്യം. അതുകൊണ്ട് പിന്നെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ സ്കൂൾ അന്വേഷിച്ച് നടക്കണ്ട, അവിടുത്തെ ഏതാണോ KV അവിടെ കൊണ്ടങ്ങ് ചേർത്തിയാൽ മതി. അപ്പോൾ മിക്കവാറും വീടെടുത്ത് കഴിഞ്ഞാൽ ഇന്നും ദൂരെ ആയിരിക്കും KV ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സ്കൂൾ ബസ്സിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും ദൂരെ പോകേണ്ടി വരും, അത്യാവശ്യം ദൂരെ ആയിരിക്കും പോയി വരിക. അപ്പോൾ അതിൻ്റെ ഇതിലൊന്നും അങ്ങനെയൊന്നും ഞാൻ ഇതാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിവുകളൊന്നുമില്ല, എനിക്ക് കഴിവില്ല, അങ്ങനെ ഒരു സാധനം. അപ്പൊ എനിക്ക് അതുകൊണ്ട് ആ ഒരു സാധനം എൻ്റെ തലയിൽ കിടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇത്തവണ ചുമ്മാ ഗംഗയാണ് ആ കാര്യത്തിൽ, ഗംഗയാണ് എൻ്റെ ഫുൾ മോട്ടിവേഷൻ. ചേച്ചി ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കളിച്ചു വിട്ട് ഡാൻസ് ചെയ്തു. പൊട്ടയാണ്, എനിക്ക് ഡാൻസ് കളിക്കാമെന്ന് അറിയാത്ത തന്നെ നല്ല ബോറായിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു മടി അങ്ങ് മാറി കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായി ഡാൻസ് കളിക്കും. നമ്മൾ റൂമിൽ ഇരുന്ന് തനിയെ ഡാൻസ് കളിക്കില്ലേ, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, എല്ലാവരും പാട്ട് വെച്ച് ഡാൻസ് കളിക്കും. ഞാനും ഇമ്മക്കുട്ടിയൊക്കെ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പം അതുപോലെ എനിക്കിപ്പോൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ക്രൗഡിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം ഷാരൂഖിൻ്റെ കല്യാണമാണ്. മാത്രമല്ല അവിടെയുള്ള എല്ലാവരുമാണ് എന്നെ നന്നായിട്ട് പുഷ് ചെയ്ത്. ഞാനിങ്ങനെ ഒരു ഇത് വരുമ്പോൾ നന്നായിട്ട് വർത്താനം പറയും. പക്ഷെ ഇങ്ങനത്തെ ഓരോ പരിപാടി വരുമ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ എൻകറേജ് ചെയ്ത് നിങ്ങൾ ചെയ്യും. ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുന്നുള്ളതല്ലാണ്ട് ഞാൻ അത് വരാറില്ല. പക്ഷെ ഇത്തവണ എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായി. അതാണ് എനിക്ക് ഇതിൽ നിന്നുള്ളൊരു ടേക്ക് അവേ എന്ന് പറയില്ലേ, നമുക്ക് ഓരോന്നിനും ഓരോ ടേക്ക് അവേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഓരോ പരിപാടിക്ക് പോയി വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ എന്ന് വെച്ചാൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലെ എന്തനുഭവം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ നമുക്കൊരു അതിൽ നിന്നൊരു ടേക്ക് അവേ ഉണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഷാരൂഖിൻ്റെ കല്യാണമാണ് കേട്ടോ. ഷാരൂഖിൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് ഗോൾഡൻ മതി എന്നുള്ളത്. കാരണം എനിക്കറിയായിരുന്നു ഷാരൂഖ് എന്തായാലും ഇങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കില്ല കല്യാണത്തിന് ചൂസ് ചെയ്യുക. ആദ്യം ഒരു പേസ്റ്റൽ എന്നുള്ള രീതിയായിരുന്നു. അപ്പം എനിക്ക് എന്തായാലും ബ്രൈറ്റ് വേണമെന്നുണ്ടായിരുന്നില്ല. റെഡൊക്കെ എനിക്കിഷ്ടമാണ് ഇടാനായിട്ട്, പക്ഷെ ബ്രൈറ്റ്സ് റെഡ് അല്ല ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെന്തായാലും ഫുൾ ടൈം കൂടെ ഉണ്ടാവുന്നവരും കൂടിയല്ല. അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ ബ്രൈറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരു സട്ടിൽ കളർ വേണമെന്നുണ്ടായിരുന്നു, എന്നാൽ ഒരു ക്ലാസ് ആൻഡ് എലഗൻസും വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് എന്തായാലും ഗോൾഡൻ മതി. പിന്നെ എനിക്ക് അതിഥിയുടെ ഒരു ഇൻസ്പയർഡ് ലുക്കായിട്ട് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ സെർലിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് പക്ക നല്ല ഗോൾഡൻ ടിഷ്യൂല് മാക്സിമം ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ. പ്യോർ ടിഷ്യൂ ആടാ, ഇതെന്തൊരു സുഖാന്നറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാനായിട്ടും നല്ല ഒഴുകി കിടക്കുന്ന ടിഷ്യൂ, അല്ലാണ്ട് പട്ടപ്പട്ട ടിഷ്യൂ അല്ല. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഗോൾഡൻ സ്കേർട്ടിൽ താഴെ നമ്മൾ ലേസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 ലേസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബ്ലൗസ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ മെറ്റീരിയലിൽ കുറച്ച് കട്ടിയുള്ള ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രൈപ്സ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ തുണി ഇങ്ങനെ തന്നെ എടുത്തിട്ടുള്ളതല്ല, പകരം ഇങ്ങനെ ഓരോ ലൈൻസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ സ്ലീവ്സിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ അതിഥിയുടെ നോക്കുകയാണെങ്കിൽ 2 സൈഡിലും ഓപ്പണിംഗ് ഇല്ല, ശരിക്കും സൈഡ് സിബാണ്. പക്ഷെ നമുക്കത് ബുദ്ധിമുട്ടാണ്, മേക്കപ്പ് ചെയ്തിട്ട് ഇടാനും മൂരാനും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ്. അവൻ വിചാരിച്ചു എന്തായാലും ബാക്ക് ഓപ്പൺ തന്നെ മതി. ഇപ്പോൾ സെർലിൻ്റെ അവരും പറഞ്ഞു എന്തായാലും ബാക്ക് ഓപ്പൺ മതി എന്നുള്ളത്. പിന്നെ എനിക്ക് ബ്ലൗസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലാസ് ആൻഡ് എലഗൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റിൽ. ഇത് എനിക്ക് എന്തായാലും റീക്രിയേറ്റ് ചെയ്യണം വേണമെന്ന് വിചാരിച്ചിരുന്ന ഔട്ട്ഫിറ്റാണ്. പിന്നെ കുറേ തപ്പിയിട്ടാണെങ്കിലും എന്താ കാണുക, സിമിലർ ആയിട്ടുള്ള ദുപ്പട്ട തന്നെ കിട്ടി. അതിൽ നോക്കുകയാണെങ്കിൽ കാണാം, അതിഥിയുടെ ഇതിൽ കാണാം ഇങ്ങനെ ചെറിയ ഇങ്ങനെ ചെറുതല്ല, കുറച്ച് വലിയ ഇങ്ങനെ ബൂട്ടാസ് പോലെ ഇങ്ങനെ റൗണ്ട് ഇത് ബ്രൊക്കേഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബനാറസിയുടെ ബോർഡർ പോലെ അല്ലെങ്കിൽ സിൽക്സ് എല്ലാത്തിനും വരുന്ന ബോർഡർ ഇല്ലേ, അതുപോലെ ഒരു ബോർഡർ ഉണ്ട്. പക്ഷെ നമുക്ക് അത് രണ്ടും കൂടിയിട്ടുള്ള മെറ്റീരിയൽ കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ലേസ് വെച്ചിട്ട് ഒരു ഹാൻഡ് വർക്ക് കൈൻഡ് ഓഫ് ലേസ് പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്യും. അതായത് എനിക്കിത് എക്സിക്യൂട്ട് ചെയ്ത് വരാൻ കുറേ സമയം എടുത്തു. ജ്വല്ലറി ആണെങ്കിൽ ജെം ഫോർ ഹെർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോർ എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കമ്മൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. മാലയാണെങ്കിലും ഒക്കെ എനിക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിനൊന്നും ഒരുങ്ങാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുവിധം പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ സിമ്പിൾ അല്ല, ജസ്റ്റ് ഇങ്ങനെ മെടഞ്ഞിട്ടിട്ട് മുല്ലപ്പൂ വയ്ക്കുക, അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പക്കയായിട്ട് അത് ചെയ്യാൻ പറ്റി. പിന്നെന്താ വെച്ചാൽ തലേ ദിവസം ഉറങ്ങിയത് ഒരു സമയത്താണ്. കഷ്ടി ഞങ്ങൾ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് റെഡി ആയിട്ട് നമ്മൾ 6 മണിക്ക് തന്നെ പോയി ഷൂട്ട് ചെയ്തു. കാരണം ഷാരൂഖിൻ്റെ കല്യാണത്തിനെക്കാണ്ട് മുന്നേ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാം. പക്ഷെ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. കറക്റ്റ് സമയത്ത് എനിക്ക് പീരിയഡ്സും വന്നു. കറക്റ്റ് സമയത്തല്ല വന്നത്, 10 ദിവസം മുമ്പാണ് വന്നത്.
അങ്ങനെയാണല്ലോ നമുക്ക്. എന്തായാലും അത് അങ്ങനെ കല്യാണത്തിന് ഇതിൽ കയറാൻ പറ്റും, പക്ഷെ മണ്ഡപത്തിൽ റിസോർട്ടിൽ പോയി ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ കല്യാണത്തിന്റെ സമയത്ത് പോയപ്പോഴേക്കും ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടോ, കാരണം എനിക്ക് ഇങ്ങനെ മെടഞ്ഞിട്ടൊരു മുല്ലപ്പൂ വെച്ചിട്ട് ഒരു രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഇൻസ്പയർഡ് ലുക്കായിട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു വെച്ചിട്ട് മുല്ലപ്പൂ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോസ് പിൻ ആണ്. ഈ നോസ് പിൻ പണ്ട് മുതൽക്ക് എൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ വന്നിട്ട് ബാഗ് കേട്ടോ. ബാഗ് ഞാൻ കല്യാണത്തിന് ഇതാണ് ക്യാരി ചെയ്തത്. എനിക്ക് പണ്ടേ ഉണ്ടായിരുന്ന ഒരു ബാഗാണ് ഇത്. ഒരു ബേജ് ഗോൾഡൻ അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന ഇങ്ങനത്തെ ഒരു ബാഗ് നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ റിസപ്ഷന് ഇത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് ആരതിപ്പൊടിയുടെ ഒരു ലുക്കാണ് കേട്ടോ. ഇത് മൂൺ ഗോഡസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ട് എനിക്ക് ഇടാൻ വേണ്ടി ഞാൻ മേടിച്ചതാ. അപ്പോൾ എനിക്ക് ഈ പാറ്റേൺ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പാറ്റേൺ. കളറാണെങ്കിലും നോക്കൂ, ഇതിൻ്റെ നെക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളൊരു റിസപ്ഷൻ ബ്രൈഡ് ആണെങ്കിൽ പോലും ഇത് നല്ലൊരു പാറ്റേൺ ആണ്. കാരണം ഇത്രയും ഹെവി വർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൗസ് അത് തന്നെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. കളറാണെങ്കിലും ഒരു ഭയങ്കര രസമായിട്ടുള്ള കളറാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു കളർ ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളെല്ലാ സ്കിൻ ടോണിനും ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിനൊക്കെ ചേരുന്ന ഒരു പീകോക്ക് ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ സ്കേർട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. സ്കേർട്ടിൽ ഇത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രേപ്പ് വരുന്നത്. അത് നമ്മൾ ഇടുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ അതപ്പോൾ ഇങ്ങനെ ആരതിപ്പൊടി സ്റ്റൈൽ ചെയ്ത പോലെ തന്നെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. വെച്ചാൽ ഇത് ഔട്ട്ഫിറ്റ്. പക്ഷെ ജ്വല്ലറി ഞാൻ മറ്റേ AD സ്റ്റോൺ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഡ്യൂപ്പ് സാധനം, അതും കമ്മലിന്റെ സ്റ്റോൺ വന്നിട്ട് ഗ്രീൻ ആയിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ പിന്നെ നെയിൽ പോളിഷ് അടിച്ചിട്ട് ഏകദേശം ഈ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ വളയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള വള. അപ്പൊ എനിക്ക് കല്യാണം ഗോൾഡൻ ആണെങ്കിൽ റിസപ്ഷൻ കുറച്ച് സിൽവർ ടോണിലേക്ക് വരണം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടിയും സെയിം ക്ലച്ച് തന്നെയാണ്, ഈ ഒരു ബ്ലാക്ക് സീക്വൻസ് ക്ലച്ച് തന്നെയാണ് കേട്ടോ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് നെക്സ്റ്റ് വന്നിട്ട് പൂൾ പാർട്ടി കേട്ടോ. അപ്പൊ പൂൾ പാർട്ടിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേസ്റ്റൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേസ്റ്റൽ ഇതിൽ എന്ത് ഡ്രസ്സ് വേണമെങ്കിൽ സിമ്പിൾ എങ്കിൽ സിമ്പിൾ, പക്ഷെ നമുക്ക് സിമ്പിൾ പറ്റൂലല്ലോ. അപ്പൊ എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ, അതായത് കണ്ടോ ഇങ്ങനെ നെറ്റ് ഇത് അങ്ങനത്തെ ഒരു പാറ്റേൺ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നില്ല ശരിക്കും എൻ്റെ മനസ്സിൽ. ഞാൻ വിചാരിച്ചു ഒരു ഡ്രസ്സ് അങ്ങനെ കൃതി ലേബിൾ എന്നുള്ളതാണ്ടോ. ഞാൻ കൃതിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് ചെയ്തത്, എനിക്കിങ്ങനെ ഒരു ഗൗൺ വേണമായിരുന്നടാ, ഒരു സിമ്പിൾ ഉടുപ്പ്. അപ്പോൾ പേസ്റ്റലായിരുന്നു വേണ്ടിയത്. അപ്പോൾ നവരാത്രിക്ക് ഗ്രേ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഗ്രേ നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഗ്രേ ആണെങ്കിലും ശരിക്കും ഫോട്ടോയിലേക്ക് വരുമ്പോൾ ഒരു പൗഡർ ബ്ലൂ തന്നെയായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി കളർ കയറ്റിയിട്ട് ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ ഇത്രയും ഇത് വിട്ടിട്ടുണ്ട്, അതായത് ഈ രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കര ഫ്ലോ ചെയ്യാന്ന് ചോദിച്ചാൽ ഭയങ്കര ഫ്ലോ ചെയ്യാണ്, പക്ഷെ ഇന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ നിൽക്കണ കാരണം നമുക്കിങ്ങനെ ഇത് ഭയങ്കര ഹണി റോസ്. അപ്പം അത്ര ഇല്ലെങ്കിലും അത്രയൊന്നും അതിൻ്റെ ഒരു ഭാഗം പോലും ഇല്ല, എനിക്കത് വേറെ കാര്യം. അപ്പം ആ രീതിക്ക് ഇങ്ങനെ നിൽക്കുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പാഡഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പക്കയായിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇവിടുത്തെ സ്കിന്നും കൂടി വന്നപ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ. ഇതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു ബൺ വെച്ചിട്ടാണ്. ഒരു ബൺ ഹെയർ സ്റ്റൈലാണ്, നല്ല രസമായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്സസറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മൽ, അത് എഡോബൈ പ്രിയങ്ക എന്നുള്ള വൈറ്റ് സ്റ്റോണിന്റെ കമ്മലാണ് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് സിമ്പിൾ ആയിട്ടുള്ള 2 ബ്രേസ്ലെറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് ആക്സസറൈസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കിൽ സിബ് കൺസീലർ സിബൊക്കെ വെച്ചിട്ടുണ്ട്. പൂളിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ഇത് മാറ്റിട്ടോ, അതിന് വേറെ സിം സ്യൂട്ട് കരുതാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. 2025 എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു രീതിക്ക് തന്നെയായിരുന്നു. അപ്പൊ ഈ ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയൂ. എന്തൊക്കെയാണ് ബെറ്റർ ആക്കാൻ പറ്റിയിരുന്നത് വെച്ചാൽ അതും പറയൂ. നമുക്ക് അടുത്ത തവണ അത് ബെറ്റർ ആക്കാമല്ലോ. എന്ന് വെച്ചാൽ എനിക്കറിയാം ഓരോരുത്തരുടെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും. ചിലരുടെ എൻ്റെ കണ്ണിൽ കൂടെ കാണുന്ന ഒരു സൗന്ദര്യം ആവില്ല വേറൊരാൾക്ക് വേറൊരു ഔട്ട്ഫിറ്റിൽ ഇതിൽ കാണും. പക്ഷെ നമുക്കത് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഏതാണ് എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് കൂടി ചേരുന്ന തരത്തിൽ ചെയ്യാൻ പറ്റിയത് നല്ലതല്ലേ. അപ്പം എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. ഇതിൽ ഏത് ഔട്ട്ഫിറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും പറയൂ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.